എന്തിനാ അമ്മേന്റെ ആവശ്യം? ചട്ടീനെ കുറിച്ചുള്ള ഭയങ്കര പരിജ്ഞാനമുള്ള ആളാട്ടോ. ഈ രാവിലെ എന്നാ ഉറക്കം തൂങ്ങുന്നതായിരിക്കും. മര്യാദക്ക് ലീവിലൊരു ദിവസം ഉറങ്ങുന്ന എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ പിന്നെ ഇവനുണ്ടല്ലോ 2 ദിവസം ആകെ പിന്നെ ഉത്സവത്തിനുണ്ട് പോയി തൃച്ചമരത്ത്. അന്നേരം ഞാൻ പറഞ്ഞു ആബി കുറച്ച് ചട്ടി പണിക്കണം, അത് ഇതെല്ലാം ഇഷ്ടംപോലെ മൺപാത്രം ഉണ്ട് അവിടെ. അന്നേരം ഇവൻ വന്ന് കൊണ്ടുപോകുന്നത് ഇതുവരെ കൊണ്ടുപോയില്ല. ഇന്ന് 6-ാം തീയതി, ഇന്ന് കൂടിപ്പിരിയില്ല, അതിന് ഉത്സവം തീരുന്ന ദിവസമാണ്. അങ്ങനെ ഇവനെ വിടാൻ പറ്റൂലല്ലോ. ഇവനെ ഉറക്കത്തിൽ ഞാൻ പിടിച്ചെണി ഒരു ചട്ടി മേടിക്കാൻ വേണ്ടി ഉറക്കം കളഞ്ഞിട്ട് കുറെ വാങ്ങും ചെയ്യണം. പിന്നെ എനിക്ക് ആ കൂട്ടത്തിലൊന്നും അമ്പലത്തിൽ കയറി തൂവും ചെയ്യാല്. പിന്നെ സ്വർണത്തിന്റെ കട്ടിയല്ലേ അമ്മ വരുന്നിടത്തൊന്ന് മൊത്തം സ്വർണ്ണാണ് ഇവിടെ വിരിച്ചു വെച്ചത്. ഇതിന്റെ അത്രയും വിലയില്ല. എന്റെ അമ്മക്കുണ്ടല്ല സ്വർണത്തിനെക്കാട്ടിയും വലുതാണ് ഈ ചട്ടി, കലം, മറ്റേ കുക്കർ, ഭരണി. ചെറിയ കുഞ്ഞിന്റെ കളിപ്പാട്ടം കണ്ട പോലെ വരുന്നത് ഭരണി. എനിക്ക് ആദ്യം അമ്പലത്തിൽ പോണോ അതോ ചട്ടി മേടിക്കണോ? അമ്പലത്തിൽ പോകണം. അന്ന് മിണ്ടാൻ പാടില്ല. നീ അടുത്ത ചട്ടി കാണുന്നതിന് മിണ്ടാൻ പാടില്ല. നമുക്ക് ചട്ടി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. ഇന്നും കൂടി അമ്പലത്തിൽ തിരക്കണ്ടാവും കേട്ടോ. ഇന്ന് കഴിഞ്ഞ ആളൊഴിഞ്ഞ പൂരപ്പുറം പോലെ 14 ദിവസത്തെ ആഘോഷം കഴിഞ്ഞ് ഇന്നും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റ മനുഷ്യനുണ്ടാവില്ല. ആൾക്കാരെയും അമ്പലവും കണ്ടൊരു അമ്മേനെ തേച്ചു. എന്നെ ഒറ്റക്കാക്കിയിട്ട് അമ്മ ഉള്ളിൽ കയറി തൂവാൻ പോയിട്ടുണ്ട്. എന്തൊരു സുഖാമ വെയില് മാറി തണല് വരുമ്പോ മരണ സുഖം. ദൈവത്തിന് കണ്ട ദൈവത്തിന് ആരും വരുമ്പോ വെയിലും മഴയെല്ലാം കൊള്ളാം. അമ്പലം ചട്ടി പണിക്കാൻ വന്നിട്ട് അമ്പലം വിസിറ്റ് ആയി വീഡിയോ. ഇനി നമുക്ക് പഴയ ചാപ്റ്ററിലേക്ക് പോട്ടെ. ചട്ടി പണിക്കാൻ വേണ്ടി പോട്ടെ. ചട്ടി പണിക്കണമെങ്കിൽ പൈസ തന്നെ കൊടുക്കേണ്ടതുകൊണ്ട് അമ്മയും എന്റെ ഒപ്പം തന്നെ നടക്കും. ഇത്ര സമയം ഫാൻസിന്റെ ഒപ്പം എല്ലാവരും ഒപ്പരായിരുന്നു. എന്തിനാ അമ്മേന്റെ ആവശ്യമുണ്ടോ? ഇത് നിങ്ങളിട്ടോക്കാൻ പറ്റില്ല. ചാപ്റ്റർ 1 ഭരണി കഴിഞ്ഞു. ഇനി അടുത്തത് ചട്ടിയാണ്. നിങ്ങളെല്ലാം മനസ്സിലെ പക്ഷെ ഇതെങ്ങനെ ബൈക്കിൽ കൊണ്ടുപോകും നിങ്ങളെ ചാൻസ്? ഇനിയുടെ അമ്മേനെ പോലത്തെ പ്രതിമയിലിരിക്കുന്നത് അതെല്ലാം വാങ്ങി കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെ കൊണ്ടുപോകും അമ്മ ബൈക്കിൽ? അഭിക്കാന്ന് പറഞ്ഞിട്ട് ഇടത്തേക്ക് വന്നില്ലേ. ഇനി ഈടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോകുന്ന പൈസ ഉണ്ടെങ്കിൽ വേറെ 2 ചട്ടിയും കൂടെ വാങ്ങാം.